ഹായ് നമസ്കാരം, ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ എന്തൊക്കെ കാണണമല്ലേ നമ്മളിപ്പോൾ, എന്തൊക്കെയാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, സിനിമ ലൈഫ് എന്ന് പറഞ്ഞൊരു ചാനല് മമ്മൂക്കയെക്കുറിച്ച് ഓരോ നിമിഷങ്ങളിലും മമ്മൂട്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, മമ്മൂട്ടി ഹോസ്പിറ്റലിൽ അവിടേക്ക് പോയി ഇവിടെ പോയി, സുൽഫത്ത് വന്നു, അമാല് വന്നു, ദുൽഖർ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങൾ എപ്പോഴും പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് വീഡിയോ ചെയ്തതിന് ശേഷം ഇപ്പോൾ ധാരാളം പേര് ആ വീഡിയോനെക്കുറിച്ച്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് കാര്യമായിട്ട് വന്നിട്ടില്ല, ഇന്നലെ വരെ ധാരാളം വീഡിയോസ് വന്നിട്ടുള്ളതാണ്. ഇന്ന് അങ്ങനത്തെ വീഡിയോസൊന്നും വന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോട്ടാണ് കാര്യമായിട്ട് വന്നിട്ടില്ല. പക്ഷെ വേറൊരു ന്യൂസ് വന്നിട്ടുണ്ട്, മമ്മൂട്ടിയുടെ മേലാണ് പിടിച്ചിട്ടുള്ളത്, മമ്മൂക്കയുടെ മേലാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ മമ്മൂക്കയ്ക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് പിടിച്ചിട്ടാണ് അപ്പോഴത്തെ വിവരങ്ങൾ എന്നുള്ള രീതിയിൽ കണ്ടിട്ട് അവർ വീടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന പോലെ, മമ്മൂക്കയുടെ ഫാമിലിയെ താമസിക്കുന്ന പോലെയാണ് കുട്ടി വന്ന് കരഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ന്യൂസുകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. ഇവർ തന്നെ പുറത്തുവിട്ടൊരു വാർത്തയാണ്. അപ്പോൾ ഞാനത് സത്യമാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇത് സത്യമാണെന്നുള്ളത് വാർത്തയാണെന്ന് എനിക്ക് മനസ്സിലായി. മാതൃഭൂമി ന്യൂസിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. അതായത് നമ്മുടെ പ്രിയങ്കരനായ മമ്മൂക്കയുടെ പനമ്പിളി നഗറിലുള്ള വീട്, അതായത് ദുൽഖർ സൽമാനും സൂമിയൊക്കെ ജനിച്ചു വളർന്ന വീട്, പനമ്പിളി നഗറിലെ വീട്ടിൽ നിങ്ങൾക്കും താമസിക്കാം, പൈസ ഉള്ളവർക്ക് കേട്ടോ, അല്ല സാധാരണക്കാർക്കല്ല, ചെമ്പുള്ളവർക്ക് താമസിക്കാം. ചെമ്പിലത്തെ വീട്ടിലല്ല, പനമ്പിള്ളി നഗരത്തെ വീടാണ്. ചെമ്പുള്ളവർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയുന്നത് ഭാഷയാണ്. പൈസ ഉള്ളവർക്ക് അവർക്ക് താമസിക്കാൻ പറ്റാവുന്നതാണ്. അതായത് ഒരു ദിവസത്തേക്ക് 75,000 രൂപയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും 75,000 കൊടുത്തിട്ട് ഭ്രാന്താണോ താമസിക്കാൻ മമ്മൂട്ടിയുടെ വീട്ടിൽ. മമ്മൂട്ടി ഹൗസ് എന്നാണ് ആ വീടിൻ്റെ പേര്, പനമ്പള്ളി നഗറിലുള്ള വീടിൻ്റെ പേര് മമ്മൂട്ടി ഹൗസ് എന്നാണ്. വളരെയധികം സെറ്റപ്പായിട്ടുള്ള അടിപൊളി വീടാണ്. അവർ ഇത്രയും നാൾ അവിടെയാണ് താമസിച്ചിരുന്നത്. അമാല് പിന്നെ പുതിയ മരുമകളായുള്ള അമാല് വന്നപ്പോഴാണ് മറ്റേ പുതിയ വീട്ടിലേക്ക്, വൈറ്റിൻ്റെ ഭാഗത്തുള്ള മറ്റേ വലിയൊരു വീട്ടിലേക്ക് മാറിയുള്ളത്. അതിൻ്റെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷനും കാര്യങ്ങളും ഡിസൈനും ഒക്കെ അമാല് തന്നെയായിരുന്നു. അടിപൊളി വീടാണ് അങ്ങോട്ട് മാറിയത്. പനമ്പള്ളി നഗറിൽ പഴയ വീടാണ് ഇപ്പോൾ ഡെയിലി അതും വളരെ ഗംഭീര വീടാണ്. 75,000. ഞാൻ വീഡിയോ ഇതിൽ ഞാൻ ജസ്റ്റ് കാണിക്കാം. മാതൃഭൂമി ന്യൂസിൻ്റെ വീഡിയോ ആണ്. പക്ഷെ അത് നമ്മളിട്ട് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ സൗണ്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുക. അല്ലെങ്കിൽ സൗണ്ട് കേട്ടാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാമായിരുന്നു. എന്നാലും ഞാനത് വീഡിയോ എന്തായാലും ചെറുതായിട്ട് ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ആ വീട് 75,000 രൂപയ്ക്ക് ഒരു ദിവസത്തേക്ക്, ഒരു ഫാമിലിക്ക് മാത്രം. ഇന്നിപ്പോൾ ഒരു ഫാമിലി ആണെങ്കിൽ അടുത്ത ദിവസം വേറെ ഫാമിലിക്ക് അങ്ങനെ കൊടുക്കുള്ളൂ. ഏപ്രിൽ 2 മുതൽ ബുക്കിംഗ് ആരംഭിക്കും. നമ്മൾ പറഞ്ഞ് കളിയാക്കി അതൊന്നും ആർക്കും വേണ്ട, അല്ലെങ്കിൽ ആരാണ് 75,000 രൂപയ്ക്ക് ഒരു ദിവസം പോയി താമസിക്കുക മമ്മൂട്ടിയുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറുതെയാണ്. ഇന്ന് തൊട്ടിട്ട് ബുക്കിംഗ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് ചിലപ്പോൾ കിട്ടില്ല. കാരണം പൈസ ഇഷ്ടംമാരുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർ മമ്മൂട്ടിയുടെ വീട്ടിൽ ഞാൻ താമസിച്ചെന്ന് പത്രാസ് പറയാനെങ്കിലും പോയി താമസിക്കുക. എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം.